നിനക്ക് വയ്യല്ലേ? കളകളി കത്തും കത്തി ഈ കിടപ്പിറങ്ങുന്നത് എന്നാ ഡാൻസ് കളിക്കാൻ വേണ്ടിയാണ്. സുബ് എന്തോന്നേ വന്നാ അതായിരുന്നാ ഞാൻ കേട്ടത് ഈ പന്നി എപ്പ വന്നേന്ന്. എനിക്ക് നിങ്ങൾ ആപ്പിളൊന്നും കൊണ്ടുവന്നത്. ആപ്പിളിനൊക്കെ ഒതുക്കത്ത വില, അതുകൊണ്ട് നമ്മളെ ഒരു സെറ്റ് പനി വാങ്ങിച്ചോണ്ട് വന്നു. എന്തിനാ മൂക്കി വെക്കാന്ന? അതൊക്കെ നിന്റെ സൗകര്യത്തിന് എവിടെയും കുത്തി കത്തിവേ മാറ്റോണ്ട് വന്നത് നമ്മുടെ കഥ. വൈകുന്നേരം പാലന്തോടെ മുക്കി കറിക്കാം. പിന്നെ സിന്നുകുട്ടി നഖം പറ്റിയപ്പോ കൈ മുറിഞ്ഞു. അയ്യോ എന്റെ സിന്നുകുട്ടി ഇതെങ്ങനെ സഹിക്കുവേ? സഹിച്ചല്ലേ പറ്റൂ. പറ്റത്തോടെ ഇതുപോലുള്ള അവസ്ഥ ഒരു മൊബൈൽസിന് വരുത്തരുതേ. നീ വിഷമിക്കണ്ട, അവളെ കൈതേ ഞാൻ ഊതി ഊതി കൊടുത്ത്. അത് നീ ഊതി കൊടുത്ത നീ എന്റെ ഫ്രണ്ടല്ലേതാ? അപ്പൊ നിന്റെ നമ്പർ എന്ന് പറയുമ്പോ എന്റെ കൂടെ നമ്പറല്ലേ? അല്ല എങ്ങാനും നിനക്ക് പല വിളിച്ച് മരിച്ചു പോയാതെ ചിന്നക്കുട്ടിക്ക് നാളല്ലേ ഉള്ളൂ. ഹലോ മൈ ഗൈസ്, ഊട്ടിയിലെ ഫേമസ് ആയ ഒരു പീഡിയയിലെ മുട്ട പപ്സ് ഉണ്ടാൻ പോയ വീഡിയോ പീഡിയ അടക്കാൻ നേരം ഈ തള്ളന്റെ മേക്കപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ അവിടെ ചെന്നപ്പോ ഇതാണ് അവസ്ഥ. പപ്സ് ഒക്കെ ആൺകുട്ടികൾ തിന്നു പോയി. അതിനെങ്ങനെ 1.5 കിലോന്റെ മേക്കപ്പ് ഇടണ്ടേ മൊത്തം. എന്റെ ഐഫോൺ കണ്ടോ? നിന്റെ ഒരു ഐഫോൺ. ഓ ഏ സിറി, വേർ ആർ യു? പറ്റൂ പറ്റൂ. Hey Radha, where is my phone? Hey Radha, call ആരേലും പറ്റുവോ? വൈഫ് ഇടാ. റിസൾട്ട് വന്നല്ലേ? കുഴപ്പമില്ല, നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. അന്നാണ് ഞാൻ എങ്ങനെയാ ഈ SLCC ഒക്കെ തോറ്റത്? SLCC കാര്യമുണ്ടല്ലേ? SLC അല്ലേ? SSLC റിസൾട്ട് നാളെ പ്രഖ്യാപിക്കുന്നു. ഇപ്പോഴത്തെ ഒരു SSLC റിസൾട്ടാണ്. അതൊക്കെ നമ്മളെ കാലം ഉള്ളവരെ മാത്രമേ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. നീ ആരുമായിട്ടായിരുന്നു കോമ്പറ്റീഷൻ? എനിക്ക് പണ്ടേ എതിരാളികളില്ലടാ. അത് നിന്റെ സർട്ടിഫിക്കറ്റിലെ കാണാനുണ്ട്. പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത് നിന്റെ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ലാത്തോണ്ടേ നിനക്ക് തോന്നണേ. ഇത് കണ്ട 10ാം ക്ലാസ്സിൽ എനിക്ക് കിട്ടിയതാണ്. പരീക്ഷ ജയിച്ചേന് ഉണ്ട കിട്ടി. ഇത് തവളച്ചാട്ടത്തിന്. പിന്നെ സാർ പണ്ടേ പറയുമല്ലോ ഞാൻ വല്ലാതെ ഒരു തവളയാവും. മാർക്കല്ല, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ് നമ്മളെ ഉയർച്ചയിലെത്തിക്കുന്നത്. എന്നിട്ട് നീ ഏത് ഉയർച്ചയിലെത്തി? എനിക്ക് അനുഭവം ഉണ്ടെന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞാടാ. ഈ റിസൾട്ടിന്റെ ന്യൂസ് ഒക്കെ കാണുമ്പോഴേ ഒന്നും കൂടെ SSLC എഴുതാൻ തോന്നണം. ഒരു പ്രാവശ്യം തോറ്റത് പോലെ. ഹലോ സുഗതല്ലേ? ഇത് എഡ്യൂക്കേഷൻ കമ്പനിയിലാണ്. നിങ്ങളുടെ മകൻ 8 വിഷയത്തിന് പൊട്ടി. ഞാനെന്റെ ഡിറ്റക്ടീവ് സ്കിൽ യൂസ് ചെയ്താണ് എന്റെ എക്സിന്റെ സൈഡ് ചിക്കനെ പൊക്കി. ഓ എക്സിന്റെ സൈഡ് ചിക്ക് നീയാണ്. ബ്രോ ഞാൻ 10th ഫെയിലായി. ഞാൻ പോകുക സൂസൈഡ് ചെയ്യാൻ. മൊത്തം 10 ഫെയിൽ. എന്നായിരുന്നു റിസൾട്ട് വന്നേ? 2-3 ദിവസം മുന്നേ അല്ലേ റിസൾട്ട് വന്ന മരുന്ന്? അന്ന് ചാവണമായിരുന്നു. ഇപ്പൊ ചെന്നിട്ട് കാര്യമില്ല. അതിന്റെ ഒരു ഇത് പോയി, മനസ്സിലായോ? ഈ ഫ്ലാറ്റില് പ്രേതം ചിക്കാണ്. ചുണ്ണാമ്പ് ചോദിച്ചാ ചുരുട്ടെടുത്ത് കൊടുക്കുന്നതിന്റെ അടുത്താ പറഞ്ഞ. അല്ല ഈ പ്രേതത്തിന്റെ പേരെന്തുവാ? ജമീല. ഓട് പേര്. അച്ഛൻ തന്നെ മാറ്റും. 1 2 3 കഴിഞ്ഞിട്ട് 1 2 3 4 5 6 9 10 വിളിച്ചാൽ വിളിച്ചില്ല. സാറ്റേ എന്താ കൊല്ലടാ? അച്ഛാ അമ്മ അവനെ തോന്നിക്കണം. എന്നെ പറ്റിച്ചാണല്ലേ നീ? ശരിയാക്കി തരാടാ. 10 20 30 40 50
ഓ എനിക്കിനിയിപ്പൊ കളിക്കാൻ വയ്യ. മാച്ചുവച്ചിനെ കുഴിമന്തി കഴിച്ചിട്ട് കളിക്കാം. കുഴിമന്തിയാ എവിടെ? ഹോട്ടലില്. സാറ്റി. നമ്മളെ മഹേഷിനെ തിരികെ ഏത് പെണ്ണ ഇങ്ങോട്ട് വന്ന? ഏത് പെണ്ണച്ചാ വന്ന? ഭവാനി തള്ള. സാറ്റി. അയ്യോ മുഹൂർത്ത സീരിയലിൽ കനക മരിച്ച കാര്യം ജലജ അറിഞ്ഞാന്തോ? അതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞേ. നമ്മളെ പറ്റിക്കാനായിട്ട്. ഓഹോ മലക്രിക്കറ്റ് 200 രൂപ. ഒന്ന് ഓർഡർ എടുത്തോ. 200 രൂപ. വാങ്ങിക്കണേ. ആ സദാശിവന്റെ കയ്യിൽ 150 ഉള്ളൂ. തന്നെ. സാറ്റി. ഈ ഫ്ലാറ്റിൽ പ്രേതോട്ടെന്ന് എങ്ങനെ മനസ്സിലാവുന്നേ? ആ പാട്ടി എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇത് കേറിയ ദേഹത്ത് പരിസരം മറന്ന് നമ്മൾ സംസാരിക്കും. എന്തായിട്ടേക്കുന്നേ? സെൻഡ് മീ വിത്തൗട്ട് ഡ്രസ്. ഏതോ ഞരമ്പ് കൂട്ടി മരിച്ച പ്രേതോട്ടാ. ഒരു മിനിറ്റ്. ആര്? സുസ്മിത. എന്താണ് ഈ ഫ്ലാറ്റില് പ്രേതം? ചിക്കാണ്. ചോട്ട മുംബൈയിൽ തല പെണ്ണ് കാണാൻ പോകുമ്പോൾ അടിക്കുന്ന ബ്രാൻഡ് ഏതാണ്? അല്ല എന്തുവാ ഭാവി പരിപാടി? ഈ ഒരു ഫോമിങ് ഞാൻ തുടരുവാണെങ്കിൽ തോഴത്തിലായിരിക്കും. ഞാൻ പണ്ട് ചെയ്ത ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. അതിനെപ്പറ്റി ആലോചിക്കാതിരുന്നാ പോരെ? കള്ളിയങ്കാട്ട് നീലി. ഞാൻ ഇവിടെ ഒരിക്കൽ ഒഴിപ്പിച്ചത് എങ്ങനെ രക്ഷപ്പെട്ടാവോ? എന്താടി നിന്നെ ദ്രോഹിച്ചതിന് പഴി വാങ്ങാൻ വന്നാണോ? പിന്നെ പാതിരാത്രി 12 മണിക്ക് പെൻഷൻ വാങ്ങാൻ വരുവാണോ? സാർ നാളെ മെയ് 1 ഓർമ്മിച്ച് നന്നായി. നാളെ പുലർച്ചെ 5 മണിക്ക് തന്നെ ഓഫീസിൽ കാണാം കേട്ടോ. ഓക്കെ സാർ. സാർ നാളെ ഹോളിഡേ ആണ്. ഹോളിഡേ ഒക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളായില്ലേ? ഇനിയാണോ ഹോളിഡേ? അടുത്ത കൊല്ലമാവട്ടെ. എനിക്ക് നാളെ ലീവ് വേണം. ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ എങ്ങനെയാണ് പറയുന്നത്? ഉറങ്ങുമ്പോഴും കൂർക്കം വലിക്കും. തെറ്റുണ്ടോ? കൂർക്കം വലിക്കരുത്. വർക്ക് തന്നെ പറയണം. സാർ ഞാൻ എന്റെ ഭാര്യയും മക്കളെ കണ്ടിട്ട് കുറെ നാളായി. വർക്ക് കംപ്ലീറ്റ് ആയാൽ അവരെ കാണുമ്പോൾ എപ്പ എന്റെ ഷഷ്ടി പൂർത്തിക്കാം. അന്ന് ലീവ് കിട്ടുന്ന കാര്യത്തിൽ സംശയമാണ്. താൻ ലീവിന് അപേക്ഷിച്ച് നോക്ക്. ഞാൻ റിജക്ട് ചെയ്തോളാം. എനിക്ക് കുറച്ച് കണ്ണി ചോരയില്ലേടോ? ഇല്ല ചോര എന്നുള്ള ബ്ലഡ് ബാങ്കിൽ ഡൊണേറ്റ് ചെയ്തു. അത് നോക്കിക്കോ. ഞാൻ ഈ കമ്പനിക്കെതിരെ സമരം ചെയ്യും. മര്യാദയിൽ കക്കൂസി പോകുന്ന എനിക്ക് സമയം കിട്ടുന്നില്ല. പിന്നുള്ള സമരം. എത്ര IT പ്രൊഫഷണൽസ് ആണ് വർഷം തോറും വർക്ക് പ്രഷർ കാരണം ആത്മഹത്യ ചെയ്യണത്? നമ്മുടെ മനുഷ്യരല്ലേ? നമുക്ക് സ്വയം വേണ്ടേ? ഓക്കെ എനിക്ക് നിങ്ങളുടെ മെന്റാലിറ്റി മനസ്സിലാവും. അമേരിക്കൻ കൺസ്യൂമർ നമുക്ക് അടുത്ത മാസം കൊടുക്കും. അതെ സാർ എനിക്ക് നീയൊക്കെ പണിയെടുത്ത് മരിച്ചു പോയാലും നിനക്ക് ആത്മാക്കളെ കൊണ്ട് അവിടെ പണിയെടുപ്പിക്കൂടാ. ദാറ്റ്സ് മൈ ക്യാപബിലിറ്റി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.